ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വില്യം ഹെൻറി ഹഡ്സൻ്റെ സം വേസ് ഓഫ് സ്റ്റഡിങ് ലിറ്ററേച്ചറാണ്. അപ്പോൾ സം വേസ് ഓഫ് സ്റ്റഡിങ് ലിറ്ററേച്ചർ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ട്രഡീഷണൽ ലിറ്ററേച്ചറും മോഡേൺ ലിറ്ററേച്ചർ സ്റ്റഡിങ്ങിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ ലിറ്ററേച്ചറിൽ പുതിയ പുതിയ കൺസെപ്ഷൻസ് ഒക്കെ വന്നു തുടങ്ങിയത് 20th സെഞ്ച്വറി തൊട്ടാണ്. ട്രഡീഷണൽ എന്ന് പറയുന്ന വാക്ക്, ആ വേർഡ് ഒരു ബ്രോഡ് ടേം ആയിട്ടാണ് നമ്മൾ റിഗാർഡ് ചെയ്യുന്നത്, ഒരു ബ്രോഡ് ടേം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഏൻഷ്യൻ ഗ്രീക്ക് ക്രിട്ടിക്കായ അരിസ്റ്റോട്ടിൽ മുതലുള്ള എല്ലാവരുടെയും ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഒരു ബ്രോഡ് ടേം ആയിട്ടാണ് ട്രഡീഷണൽ എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ അപ്രോച്ച് ലിറ്ററേച്ചറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഈ ഒരു അപ്രോച്ച് ലിറ്ററേച്ചറിനെ ക്രിയേറ്റീവ് ആർട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഹ്യൂമൻ ലൈഫിനെ, ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ എന്നിലൂടെ, ഭാഷ എന്ന മാധ്യമത്തിലൂടെ, മീഡിയം ഓഫ് ലാംഗ്വേജിലൂടെ ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും അവരുടെ വിഷൻസിനെയും ഹ്യൂമൻ ലൈഫിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ആർട്ടായിട്ടാണ് ഈ ഒരു അപ്രോച്ച് ലിറ്ററേച്ചറിനെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു അപ്രോച്ച്, ഈ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ കണ്ടൻറ്റും അതേസമയം തന്നെ ലിറ്റററി എക്സ്പ്രഷൻ്റെ ഫോമിനും രണ്ടിനും തുല്യമായ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ദി കണ്ടൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ ഫോം ഓഫ് ലിറ്റററി എക്സ്പ്രഷൻ വെർ ഗീവൻ ഈക്വൽ ഇമ്പോർട്ടൻസ്. അപ്പം ഇങ്ങനത്തെ ട്രഡീഷണൽ അപ്രോച്ചിനെ ആദ്യം സബ്വേർട്ട് ചെയ്തത് ആരാണ്? ഫോർമലിസ്റ്റ് ആൾക്കാരാണ്, അല്ലേ? അതായത് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ലിറ്ററേച്ചറിൻ്റെ ലിറ്ററേച്ചറിൻ്റെ കണ്ടൻറ്റിനും അതേസമയത്ത് ഫോംസ് ഓഫ് ലിറ്റററി എക്സ്പ്രഷന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ഒരു അപ്രോച്ചിനെ സബ്വേർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു ഫോർമലിസ്റ്റ് ആൾക്കാർ. അവരെന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്? അവർ കൂടുതൽ ഫോക്കസ് എന്നല്ല, അവർ ഫോക്കസ് ചെയ്തത് തന്നെ ലിറ്റററി ഫോമിനാണ്, അല്ലേ? അവരെന്തിനെ വിട്ട് കളഞ്ഞു? അവർ ലിറ്ററേച്ചറിൻ്റെ കണ്ടൻറ്റിനെ വിട്ട് കളഞ്ഞിട്ട് അവർ കൂടുതൽ ലിറ്റററി ഫോംസിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ആൻഡ് ദ ലീവ് ദി കണ്ടൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ടു ഓൾമോസ്റ്റ് ടോട്ടൽ നെഗ്ലിജൻസ്. മൊത്തത്തിൽ തന്നെ ഒരു അശ്രദ്ധയായിരുന്നു എന്നിലോട് കാണിച്ചിരുന്നത്, ലിറ്ററേച്ചർ കണ്ടൻറ്റിനോട് കാണിച്ചിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല പല പുതിയ തിയറികൾ എമേർജ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പുതിയതായിട്ട് എമേർജ് ചെയ്യുന്ന തിയറീസൊക്കെ എന്താണ്? പുതിയ ന്യൂ അപ്രോച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ലിറ്ററേച്ചറിലോട്ട്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അപ്രോച്ചുകൾ പല പേരുകളിൽ ലിറ്ററേച്ചറിൽ അറിയപ്പെടാൻ തുടങ്ങി. ലൈക്ക് ഫോർമലിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം എന്ന പല പല പേരിൽ ഡിഫറെൻറ്റ് നെയിംസിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ നമ്മൾ നോക്കുന്ന W.H ഹഡ്സൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ, അത് എന്തിൻ്റെ ഒരു എക്സാമ്പിളാണ്? ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ ട്രഡീഷണൽ വ്യൂ ഓഫ് ലിറ്ററേച്ചർ എംഫസൈസിങ് ദി കണ്ടൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ദ റോൾ ഓഫ് ദി ഇൻഡിവിജ്വൽ ഓതർ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന W.H ഹഡ്സൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ഒരു ട്രഡീഷണൽ വ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് എന്തൊക്കെ എംഫസൈസ് ചെയ്യുന്നത്? അതായത് കണ്ടൻറ്റ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഓതറിൻ്റെ റോൾ എന്താണ് ഒരു വർക്കിൽ എന്നുള്ളതും, പിന്നെ എങ്ങനെയാണ് ഒരു ഓതറിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് ആ ഒരു ഓതറിൻ്റെ വർക്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. നമ്മളൊരു വർക്ക് പഠിക്കുമ്പോഴത്തേക്ക് ആ ഓതറിൻ്റെ സ്റ്റഡി എങ്ങനെ ക്രോണോളജിക്കൽ രീതിയിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യകത എന്താ, ആൻഡ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കമ്പാരറ്റീവ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് ഈ എസ്സേയിലൂടെ ഹഡ്സൺ പറയുന്നത്. ഹഡ്സൻ്റെ എസ്സേ ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലിറ്ററേച്ചറിൻ്റെ കണ്ടൻറ്റും അതുപോലെ ലിറ്റററി ഫോമും ഒരുപോലെ തന്നെ, ജസ്റ്റ് വർക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ആ വർക്കിൻ്റെ ഓതറിനെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം, അതുപോലെ തന്നെ ആ ഓതറിൻ്റെ ബാക്കി എല്ലാ വർക്ക്സും ക്രോണോളജിക്കൽ രീതിയിൽ പഠിക്കണം എന്നാണ് ഹഡ്സൺ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഹഡ്സൻ്റെ ഈ എസ്സേക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഹഡ്സൺ ലിറ്ററേച്ചറിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ബുക്കായിട്ടാണ്. അതായത് ദി ബുക്സ് വിച്ച് വെ റീസൺ ഓഫ് ദെയർ സബ്ജക്റ്റ് മാറ്റർ ആൻഡ് ദെയർ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജനറൽ ഹ്യൂമൻ ഇൻട്രസ്റ്റിൻ്റെ ബേസിലുള്ളതായിരിക്കും. ഇൻ വിച്ച് ദ എലമെൻറ്റ് ഓഫ് ഫോം ആൻഡ് ദ പ്ലെഷർ വിച്ച് ഫോം ഗീവ്സ് ഇസ് എസെൻഷ്യൽ. ഓക്കെ, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിൻ്റെ ബേസിലുള്ളതിനായിരിക്കും ഒരു ലിറ്ററേച്ചർ എന്നാണ് ഹഡ്സൺ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഫിലോസഫി, ഹിസ്റ്ററി, സയൻസ്, ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സ്പെഷ്യൽ റീഡേഴ്സിന് എല്ലാവരും വായിക്കേണ്ട കാര്യമില്ല. ഒരു സ്പെഷ്യൽ റീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള നോളേജ് ഇമ്പാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് ഫിലോസഫി, ഹിസ്റ്ററി ആൻഡ് സയൻസ് എന്നത്. പക്ഷേ ലിറ്ററേച്ചർ അങ്ങനെയല്ല. ലിറ്ററേച്ചർ മേ ഗിവ് നോളേജ്, അല്ലേ? ലിറ്ററേച്ചർ നമുക്ക് അറിവ് തരും, ബട്ട് അത് അറിവിനേക്കാൾ കൂടുതൽ എന്താണ്, അത് മോർ ക്യാരക്ടറിസ്റ്റിക് വിർച്യൂ. അതായത് ഒരു നോളേജിനേക്കാൾ കൂടുതൽ വായിക്കുന്നവർക്ക് ഒരു എസ്തെറ്റിക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന
ഒരു സബ്ജക്റ്റാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മറ്റ് വിഷയങ്ങൾ സ്പെഷ്യൽ റീഡേഴ്സിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നോളേജ് തരുന്ന മാത്രമാണെങ്കിൽ ലിറ്ററേച്ചർ നമുക്ക് അറിവും തരും, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വായിക്കുന്ന ആൾക്ക് ഒരു എസ്തെറ്റിക് സാറ്റിസ്ഫാക്ഷൻ കൂടെ തരുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്നാണ് ഹഡ്സൺ പറയുന്നത്. അപ്പോൾ ഹഡ്സൺ ലിറ്ററേച്ചർ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ഹ്യൂമൻ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ വരുന്ന ബുക്സാണ് ലിറ്ററേച്ചർ എന്നാണ് ഹഡ്സൺ പറഞ്ഞേക്കുന്നത്. കാരണം ഒരു ഗ്രേറ്റ് ബുക്ക് വളർന്നു വരുന്നത് എങ്ങനെയാണ്? അതായത് അത് വളർന്നു വരുന്നത് ഇറ്റ്സ് ഡയറക്ട്ലി ഗ്രോ ഔട്ട് ഓഫ് ലൈഫ്. അതായത് ഒരു ശരിക്കുള്ള ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കാണുന്നത്, എന്താണ് അവരുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തത്, അതിൻ്റെയൊക്കെ ഒരു വൈറ്റൽ റെക്കോർഡായിരിക്കും ഒരു ഗ്രേറ്റ് ബുക്ക് എന്നാണ് ഹഡ്സൺ പറയുന്നത്. A great book grows directly out of life, and it is a vital record of what men have seen in life, what they have experienced. Okay. പിന്നെ ഹഡ്സൺ പറയുന്നത് there are 4 impulses behind literature. ഒരു ലിറ്ററേച്ചറിൽ 4 impulses ഉണ്ട്. ഫസ്റ്റ് വൺ, അവർ ഡിസയർ ഫോർ സെൽഫ് എക്സ്പ്രഷൻ, ഒരു സെൽഫ് എക്സ്പ്രഷനുള്ള നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ആൾക്കാരിലും അവരുടെ ചെയ്തികളിലുള്ള ഒരു ഇൻട്രസ്റ്റ്, അവർ ഇൻട്രസ്റ്റ് ഇൻ പീപ്പിൾ ആൻഡ് ദെയർ ഡൂയിങ്സ്. ആൻഡ് തേർഡ് വൺ, ഒന്ന് റിയാലിറ്റി, അത് യഥാർത്ഥ ലോകത്തിൽ യാഥാർത്ഥ്യത്തിലുള്ള നമ്മുടെ ഇൻട്രസ്റ്റും, അതുപോലെ തന്നെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുന്ന ലോകത്തിലെ ഇൻട്രസ്റ്റും. ഓക്കെ, അവർ ഇൻട്രസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് റിയാലിറ്റി ഇൻ വിച്ച് വി ലീവ് ആൻഡ് ഇൻ ദ വേൾഡ് ഓഫ് ഇമാജിനേഷൻ വിച്ച് വി കൺജർ ഇൻ ടു എക്സിസ്റ്റൻസ്. ആൻഡ് ദി ഫോർത്ത് ഇമ്പൾസസ് ഇസ് അവർ ലവ് ഓഫ് ഫോം ആസ് ഫോം. ഈ 4 ഇമ്പൾസസ് ആണ് ലിറ്ററേച്ചർ ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, അവർ ഡിസയർ ഫോർ സെൽഫ് എക്സ്പ്രഷൻ. സെക്കൻഡ് വൺ, അവർ ഇൻട്രസ്റ്റ് ഇൻ പീപ്പിൾ ആൻഡ് ദെയർ ഡൂയിങ്സ്. തേർഡ് വൺ, അവർ ഇൻട്രസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് റിയാലിറ്റി ഇൻ വിച്ച് വി ലീവ് ആൻഡ് ഇൻ ദ വേൾഡ് ഓഫ് ഇമാജിനേഷൻ which we conjure into existence. And fourth one, our love of form has form. ഇത്രയും നമ്മൾ പറഞ്ഞത് ലിറ്ററേച്ചറിൻ്റെ ഇമ്പൾസസിനെ കുറിച്ചാണ്. ഇനി ഇതിനകത്ത് പറയുന്നത് ദി തീംസ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ തീംസ് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? 5 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്താണ്? അതായത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായിരിക്കും ഒരു ലിറ്ററേച്ചറിൻ്റെ ഫസ്റ്റ് തീം എന്ന് പറയുന്നത്. ദി പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആസ് ഇൻഡിവിജ്വൽ. പിന്നെ രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള എക്സ്പീരിയൻസ് അല്ല, ദി എക്സ്പീരിയൻസസ് ഓഫ് മാൻ ആസ് മാൻ. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുള്ള ആ ഒരു മനുഷ്യൻ്റെ തോട്ട്സ് ആൻഡ് പിന്നെ മോറൽ ഔട്ട്ലുക്ക്, അതിൻ്റെയൊക്കെയുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും രണ്ടാമത്തെ തീമായിട്ട് ലിറ്ററേച്ചറിൽ കാണാം. മൂന്നാമത്തെ തീം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ, ആ ആൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു പേഴ്സൺ താമസിക്കുന്ന എൻറ്റയർ സോഷ്യൽ വേൾഡും അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ റിലേഷൻസ്, അതൊക്കെ ആയിരിക്കും ലിറ്ററേച്ചറിൽ കാണാൻ സാധിക്കുന്നത്. റിലേഷൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്ത് ഹിസ് ഫെലോസ് ഓർ ദി എൻറ്റയർ സോഷ്യൽ വേൾഡ്. ആൻഡ് ദി ഫോർത്ത് തീം വിൽ ബി ദി എക്സ്റ്റേണൽ വേൾഡ് ഓഫ് നേച്ചർ. പിന്നെ അഞ്ചാമത്തെന്ന് വെച്ചാൽ മാൻസ് എഫേർട്സ് ടു ക്രിയേറ്റ്. അതായത് വേരിയസ് ഫോംസ് ഓഫ് ലിറ്ററേച്ചറാണ്. അതായത് ഒരു മനുഷ്യന് വേരിയസ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എടുക്കുന്ന എഫേർട്ട്, അത് നമുക്ക് ലിറ്ററേച്ചറിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റുന്ന 5 കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുന്ന തീം ഏതൊക്കെയാണ്? ഒന്ന്, ദി പേഴ്സണൽ എക്സ്പീരിയൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ആസ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. സെക്കൻഡ് വൺ, ദി എക്സ്പീരിയൻസസ് ഓഫ് മാൻ ആസ് മാൻ, ഹിസ് തോട്ട്സ് അബൌട്ട് ലൈഫ് ആൻഡ് ഡെത്ത്, ഹിസ് മോറൽ ഔട്ട്ലുക്ക്. അതായത് ഒരു മനുഷ്യനായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ്, അതായത് ലൈക്ക് ഹിസ് തോട്ട്സ് അബൌട്ട് ലൈഫ് ആൻഡ് ഡെത്ത്, ഒരു വ്യക്തിയുടെ മോറൽ ഔട്ട്ലുക്ക്, അതൊക്കെ. മൂന്നാമത്തെ തീം എന്താ? ദി റിലേഷൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിത്ത് ഹിസ് ഫെലോസ് ഓർ ദി എൻറ്റയർ സോഷ്യൽ വേൾഡ്. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടും അവരുടെ എൻറ്റയർ സോഷ്യൽ വേൾഡായിട്ടുള്ള റിലേഷൻസ് എങ്ങനെയാണുള്ളത് ഒരാളുടെ വർക്കിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഫോർത്ത്, ദി എക്സ്റ്റേണൽ വേൾഡ് ഓഫ് നേച്ചർ. ആൻഡ് ദി ലാസ്റ്റ് category is fifth one, man's efforts to create and express under the various forms of literature and art. അതായത് ഒരു മനുഷ്യന് വേരിയസ് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ആർട്ടിലൂടെ അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ ആ ഒരു എഫേർട്ടാണ് ഓരോ വർക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ലിറ്ററേച്ചറിൻ്റെ അകത്തുള്ള 5 കാറ്റഗറീസ്, അതായത് തീംസ് ഓഫ് ലിറ്ററേച്ചർ, അതായത് 5 കാറ്റഗറി ആയിട്ടുള്ള തീംസ്. ഇനി ലിറ്ററേച്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഈ ക്രിയേറ്റീവ് ഇമ്പൾസസിൻ്റെ ബേസിലാണ്. നമ്മൾ ആദ്യം 4 ഇമ്പൾസസ് പറഞ്ഞല്ലോ, ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ഓരോ ലിറ്ററേച്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ആദ്യം നമ്മളൊരു ലിറ്ററേച്ചറിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്?
ഈസ് ദ ലിറ്ററേച്ചർ ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. അതായത് ആദ്യത്തെ ഇമ്പൾസ് സെൽഫ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചായിരുന്നു, അവർ ഡിസയർ ഫോർ സെൽഫ് എക്സ്പ്രഷൻ. അപ്പോൾ ഈ സെൽഫ് എക്സ്പ്രഷന് കാറ്റഗറിയിൽ പെടുന്ന ലിറ്ററേച്ചർ ഏതൊക്കെയായിരിക്കും? അതിനകത്താണ് നമ്മുടെ ലിറിക് പോയട്രി, പോയട്രി ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്, എലജി, എസ്സേ ആൻഡ് ദ ലിറ്ററേച്ചർ ഓഫ് ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. ഇതൊക്കെ ഈ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലിറ്ററേച്ചർ കാറ്റഗറിയിൽ വരുന്ന ലിറ്ററേച്ചേഴ്സാണ്. രണ്ടാമത്തെ ഇമ്പൾസസ് ഏതൊക്കെയാണ്? അതായത് എക്സ്റ്റേണൽ വേൾഡിലുള്ള ലിറ്ററേച്ചേഴ്സ്. അതിനകത്ത് പെടുന്നതാണ് ഹിസ്റ്ററി, ബയോഗ്രഫി, ദി ബാലഡ്, ദി എപ്പിക്, ദി റൊമാൻസ്, സ്റ്റോറി, നോവൽ, ഡ്രാമ. ഇതെല്ലാം എക്സ്റ്റേണൽ വേൾഡ് ലിറ്ററേച്ചറിനകത്ത് വരുന്നതാണ്. പിന്നെ തേർഡ്ലി ആയിട്ട് വരുന്നതാണ് ദർ ഇസ് എ ലിറ്ററേച്ചർ ഓഫ് ഡിസ്ക്രിപ്ഷൻ. അതിനകത്താണ് എന്തൊക്കെ കംപ്രൈസ് ചെയ്തേക്കുന്നത്? അതായത് കുറേ ഡിസ്ക്രിപ്ഷൻസ് ഒരു ബുക്കായിട്ട് കംപ്രൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ട്രാവൽ, ഡിസ്ക്രിപ്റ്റീവ് എസ്സേയ്സ്, പോയംസ്, നമ്മളറിയില്ല സെലക്റ്റീവ് പോയിംസിൻ്റെ കളക്ഷൻസ് എന്നൊക്കെ ഉള്ള കുറേ സാധനങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസിനെ കംപ്രൈസ് ചെയ്തിട്ട് ഒരു ബുക്കായിട്ട് മാറ്റുക. അതാണ് തേർഡ് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിലായിരിക്കും, ക്രിയേറ്റീവ് ഇമ്പൾസസിൻ്റെ ബേസിലായിരിക്കും ലിറ്ററേച്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമ്പൾസസ് നോക്കി, തീംസ് ഓഫ് ലിറ്ററേച്ചർ നോക്കി, ക്രിയേറ്റീവ് ഇമ്പൾസസിൻ്റെ ബേസിൽ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ ക്ലാസിഫൈ ചെയ്ത് നോക്കി. ഇനിയുള്ളത് ലിറ്ററേച്ചറിനകത്തുള്ള എലമെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ആർ 3 elements ടു ലിറ്ററേച്ചർ. ഫസ്റ്റ് വൺ, ദി എലമെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ലൈഫ് ഇറ്റ് സെൽഫ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി റോ മെറ്റീരിയൽ ഓഫ് ലിറ്ററേച്ചർ. അതായത് ജീവിതം തന്നെ കൊടുക്കുന്ന ഒരു എലമെൻറ്റ്, അതായത് ലിറ്ററേച്ചറിനകത്തുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ. അതിന് രണ്ടാമത്തെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസിനെ കുറച്ച് ഫാഷനേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സാഹിത്യപരമായിട്ടുള്ള ഭാഷയിലൂടെ ഒന്ന് മെരുക്കിയെടുക്കുന്നത് ആരാണ്? ഓഥറാണ്. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ആദ്യത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലൈഫ് ഇറ്റ് സെൽഫ് ആണെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ് ലിറ്ററേച്ചറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓഥറായിരിക്കും, അല്ലേ? അതായത് ജീവിതം കൊടുക്കുന്ന ആ റോ മെറ്റീരിയലിനെ ഭാഷയിലൂടെ അല്ലെങ്കിൽ ഈ സാഹിത്യപരമായിട്ടുള്ള ഭാഷയിലൂടെ കൃത്യമായി അസംബിൾ ചെയ്യുന്നത് ആരായിരിക്കും? ഓഥറായിരിക്കും. അത് നമുക്ക് എക്സ്പീരിയൻസ് ലൈഫ് തരും, പക്ഷേ അതിന് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ അത് പകർത്തുന്നത് മനുഷ്യനാണല്ലേ, അല്ലൊരു എഴുത്തുകാരനാണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫാഷനിങ്, റോ മെറ്റീരിയലിനെ ഫാഷനിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ലിറ്റററി ആർട്ട് എന്ന ഫോമിലേക്ക് മാറ്റുന്നത് ഒരു ഓഥറാണ്. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഓഥറായിരിക്കും. ദി എലമെൻറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഓഥർ ഇൻ ഫാഷനിങ് ദി റോ മെറ്റീരിയൽ ഇൻ ടു ദിസ് ഓർ ദാറ്റ് ഫോം ഓഫ് ലിറ്റററി ആർട്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. വിച്ച് ഇറ്റ് സെൽഫ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? ഇൻ്റലക്ച്വൽ എലമെൻറ്റ്, ഇമോഷണൽ എലമെൻറ്റ് ആൻഡ് ഇമാജിനേഷൻ. അതായത് ഓഥർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് മൂന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഇൻ്റലക്ച്വൽ എലമെൻറ്റ്, സെക്കൻഡ് ഇമോഷണൽ എലമെൻറ്റ്, തേർഡ് ഇമാജിനേഷൻ എലമെൻറ്റ്. പിന്നെ മൂന്നാമതൊരു എലമെൻ്റ് ഉണ്ട് ലിറ്ററേച്ചറിനകത്ത്, അതാണ് ടെക്നിക്കൽ എലമെൻറ്റ്. ഈ ടെക്നിക്കൽ എലമെൻറ്റിനകത്താണ് കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റൈല്, അതായത് ഒരു വർക്കിന് കൃത്യമായി ഓർഡർ കൊടുക്കുക, സിമെട്രി കൊടുക്കുക, ബ്യൂട്ടി ഒക്കെ കൊടുക്കുന്നത് ഈ ഒരു ടെക്നിക്കൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ. ദർ ഈസ് എ തേർഡ് എലമെൻറ്റ് ഇൻ ലിറ്ററേച്ചർ വിച്ച് ഇസ് എ ടെക്നിക്കൽ എലമെൻറ്റ് ഓഫ് കോമ്പോസിഷൻ ആൻഡ് സ്റ്റൈൽ വിച്ച് ഗീവ്സ് ഓർഡർ, സിമെട്രി, ബ്യൂട്ടി ആൻഡ് എഫക്റ്റീവ്നെസ് ടു ലിറ്ററേച്ചർ. പിന്നെ ഹഡ്സൺ എസ്സേക്കകത്ത് പറയുന്നത് വെച്ചാൽ ലിറ്ററേച്ചർ എന്താണ്? ഇസ് ദ പ്രൈമർലി ദി എക്സ്പ്രഷൻ ഓഫ് റൈറ്റേഴ്സ് പേഴ്സണാലിറ്റി. ഓരോ വർക്ക് ഓരോ എഴുത്തുകാരൻ്റെ പേഴ്സണാലിറ്റി, അതായത് ഒരു വർക്ക് വായിക്കുമ്പോഴത്തേക്ക് ആ ഓഥറിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഹഡ്സൺ പറയുന്നത്. അതായത് ഓരോ ഗ്രേറ്റ് ബുക്സും ആരുടെ പ്രൊഡക്റ്റാണ്? ഓരോ ഗ്രേറ്റ് ജീനിയസിൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറയുന്നത്. വിച്ച് ഈസ് അനദർ നെയിം ഫോർ ഫ്രഷ്നെസ് ആൻഡ് ഒറിജിനാലിറ്റി ഓഫ് നേച്ചർ. ഓരോ എഴുത്തുകാരും എന്താണ് ചെയ്യുന്നത്? അതായത് ഇത് ഡെവലപ്സ് ഇൻറ്റിമേറ്റ് റിലേഷൻ വിത്ത് ദ ലൈഫ്, അല്ലേ? ജീവിതമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷനാണ് ഓരോ എഴുത്തുകാരനും വികസിപ്പിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ആൻഡ് ദ ലുക്സ് ഡീപ്പ് ഇൻ ടു ലൈഫ്. അവർ ജീവിതത്തിൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ലൈഫുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് റിലേഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡീപ്പ് തോട്ടിലേക്ക് വായനക്കാരായി നമ്മളെ അവർ ക്ഷണിക്കുകയാണ്. അത് വായിച്ച് അവരുടെ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദി റൈറ്റർ ഡെവലപ്സ് intimate relation with life and looks deep into life, and in his work he invites the readers to share his experience. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടാണ് പ്ലേറ്റോ എന്താണ് പറയുന്നത്? പ്ലേറ്റോ said that the principle of sincerity is the foundation of, അതായത് ഏതൊരു ലിറ്ററേച്ചറിൻ്റെയും ഫൗണ്ടേഷൻ, ഒരു നല്ല വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് വർക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സിൻസിയാരിറ്റി ആണ്, അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ദ റൈറ്റേഴ്സ് ഫസ്റ്റ് ഹാൻഡ് നോളേജ് ഓഫ് ലൈഫ്. അതായത് ഓരോ എഴുത്തുകാരൻ്റെ ഓരോ വർക്ക് എന്താണ്? അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ അറിവുകളാണ്. അപ്പം നമ്മളത് വായിക്കുമ്പോൾ റീഡേഴ്സിന് എന്താണ്? ആ ഒരു അറിവാണ് കിട്ടുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർ നമ്മളായിട്ട് ഷെയർ ചെയ്യുകയാണ്.
അപ്പോൾ ഓരോ എഴുത്തുകാരനും സ്വന്തമായിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് എഴുതുമ്പോഴത്തേക്ക് ആ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ ആ നോളജിൻ്റെ ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നതാണ് റൈറ്റർ ആയിരിക്കും അല്ലേ. അവരായിരിക്കും ഈ ഒരു ഇറ്റ് ഈസ് എ റൈറ്റേഴ്സ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഓഫ് ലൈഫ്. അല്ലാണ്ട് അവർ വേറൊരു എഴുത്തുകാരുടെ കട എടുക്കുകയോ കോപ്പി അടിക്കുകയോ ഒന്നും ചെയ്യല്ല. അവർ അവരുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരുടെ വർക്കിലൂടെ എഴുതുന്നത്. ആൻഡ് not what he has borrowed from other authors. That is the measuring principle of his sincerity. അപ്പോൾ ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കുകളിലെ എഴുത്തുകാരുമായിട്ട് ഈ റീഡേഴ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ വരികയാണ്. അതായത് ഈ ലിറ്ററേച്ചർ ലവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ബുക്ക് ലവേഴ്സ് ഉണ്ട്, അവരും ഈ എഴുത്തുകാരുടെ തോട്ട് പ്രോസസ്സിൽ അല്ലെ തോട്ട്സിൽ എക്സ്പീരിയൻസസിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആൻഡ് ഗെറ്റ്സ് ഇൻ ടു ടച്ച് വിത്ത് ഹിസ് സ്ട്രോങ് ആൻഡ് മാഗ്നറ്റിക് പേഴ്സണാലിറ്റി. അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്ക് ആ വായനക്കാരും അറിയാണ്ട് എഴുത്തുകാരുടെ പേഴ്സണാലിറ്റിയായിട്ട് അടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു ഓഥറിൻ്റെ എക്സ്പീരിയൻസും തോട്ട്സിലേക്കും അവരും എൻട്രി ചെയ്യപ്പെടുകയാണ്. പിന്നെ ഹഡ്സൺ പറയുന്നത് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിന് ഒരിക്കലും ഒരു എഴുത്തുകാരൻ്റെ ഒരു വർക്ക് വായിച്ചുകൊണ്ട് മാത്രം തൃപ്തരാവാൻ പറ്റില്ല. ബിക്കോസ് ഇഫ് ഹി സീരിയസ് ഇൻ ഹിസ് അപ്രോച്ച്, ഈ ഒരു അപ്രോച്ചിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഓരോ വർക്കിൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തണമെന്നാണ് ഹഡ്സൺ പറയുന്നത്. അപ്പോൾ ഹഡ്സൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയുടെ തിയറി അനുസരിച്ച് നമ്മൾ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് ഒരു ഓഥറിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഓഥറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബുക്കും വായിക്കണം. എല്ലാ വർക്കും എങ്ങനെ വായിക്കണം? ക്രോണോളജിക്കൽ ഓർഡറിൽ വായിക്കണം. എങ്കിൽ മാത്രമേ എങ്ങനെ ആസ് എ പേഴ്സൺ ആ ഓഥർ ഡെവലപ്പ് ചെയ്തെന്നും ആ ഓഥർ എങ്ങനെ ലൈഫിനെ കാണുന്നതും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ ഗ്രോത്തിനെ സഹായിച്ചത്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്ത് വന്നൊക്കെ ഒരു ആസ് എ റീഡർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഹഡ്സൺ പറയുന്നത്. If he is serious in his approach, he has to make a systematic study of all the works of the author in the chronological order. അപ്പോൾ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് അവരുടെ ആ പഠനത്തിൽ സീരിയസ് ആണെങ്കിൽ അവർക്ക് സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഓഥറിൻ്റെ വർക്ക് ഒരു ഓഥറിൻ്റെ ഒരു വർക്കും കൊണ്ട് മാത്രം നമ്മൾ തൃപ്തരായാൽ പോരാ. പകരം ആ ഓഥറിൻ്റെ എല്ലാ വർക്കും വായിക്കണം. അത് എങ്ങനെ വായിക്കണം? ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ വായിക്കണം. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ക്രോണോളജിക്കൽ സ്റ്റഡി ഗീവ്സ് ഹിം ദി ഇൻസൈറ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓഥേഴ്സ് തോട്ട്സ് ആൻഡ് വിഷൻസ് ആൻഡ് ഹിസ് ക്രാഫ്റ്റ്മാൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഓർഡറിൽ വായിക്കുമ്പോഴത്തേക്ക് ആ ഓഥറിൻ്റെ തോട്ട്സിലും വിഷൻസിലൊക്കെയുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊരു ഉൾക്കാഴ്ച വായനക്കാർക്ക് കിട്ടുമെന്നാണ് ഹഡ്സൺ പറയുന്നത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് സ്റ്റഡി ഒന്ന് സിസ്റ്റമാറ്റിക് സ്റ്റഡി, രണ്ടാമത്തെ കമ്പാരറ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ഓക്കെ, അതെന്താ കമ്പാരറ്റീവ്? അതായത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഓഥേഴ്സ്. അതായത് ഒരു കാലഘട്ടം, ഒരു പീരീഡ് എടുക്കുമ്പോഴത്തേക്ക് ആ പീരീഡിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ഓഥേഴ്സിനെയും നമ്മൾ ചൂസ് ചെയ്യും. ആ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഓഥേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഓഥേഴ്സിനെ നമ്മൾ പഠിക്കും. അല്ല, ഒരു കാലഘട്ടത്തിൽ പല ഓഥേഴ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പല ഓഥേഴ്സിനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഓഥേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർട്ട് വർക്ക് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തോട്ട് പ്രോസസ്സ് ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും, വിഷൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഓഥേഴ്സിൻ്റെയും വീക്ക്നെസ് സ്ട്രെങ്ത് എന്നുള്ളത് വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് കമ്പാരറ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ഇനി മൂന്നാമത്തെ വേറൊരു മെത്തേഡ് പഠിക്കാനുള്ളത്? ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണുള്ളത്. വിച്ച് ഇസ് സ്റ്റഡി അതായത് നാഷണൽ ലിറ്ററേച്ചറും വേൾഡ് ലിറ്ററേച്ചർ. അതായത് ഒരു ഏജസിലൂടെ ടു ഏജസ് നമുക്ക് നാഷണൽ ലിറ്ററേച്ചർ, വേൾഡ് ലിറ്ററേച്ചർ എന്ന രീതിയിൽ നമുക്ക് ലിറ്ററേച്ചറിനെ വേർതിരിച്ച് പഠിക്കാൻ പറ്റും. കാരണം ഓരോ നേഷനും അവരുടേതായിട്ടൊരു ഓൺ സ്പിരിറ്റ് കാണും അല്ലേ. അപ്പോൾ അപ്പോൾ ആ രീതിയിലായിരിക്കും ഓരോ റൈറ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻസ് അവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഓരോ എഴുത്തുകാരൻ്റെ എഴുത്തിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു നാഷണൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ നമുക്ക് ആ ഒരു വർക്കിനെ നമുക്ക് ആ വർക്കിനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി. അതായത് നാഷണൽ ലിറ്ററേച്ചർ, വേൾഡ് ലിറ്ററേച്ചർ എന്ന രീതിയിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഏജസിൽ നമുക്ക് ഓതേഴ്സിൻ്റെ വർക്കെടുത്ത് നമുക്ക് ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് പഠിക്കാൻ പറ്റും. ഒന്ന് സിസ്റ്റമാറ്റിക് സ്റ്റഡി, 2 കമ്പാരറ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി, ആൻഡ് 3 ഈസ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി. പിന്നെ ഈ എസ്സേക്കകത്ത് കാർലിൽ ഒരു 2 ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വോയിസസ്, ജെന്യൂൻ വോയിസസ് ആൻഡ് എക്കോസ് ഇൻ ലിറ്ററേച്ചർ. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ കാർലിൽ ജെന്യൂൻ വോയിസസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ റൈറ്റേഴ്സ് ഡിറക്റ്റ് ഇൻറ്റിമസി വിത്ത് ലൈഫ്. അതായത് സ്വന്തം അനുഭവങ്ങൾ ഒരു വർക്കാക്കുന്ന ഓതേഴ്സ്. അതായത് അവരായിരിക്കും ദി ഫസ്റ്റ് ഹാൻഡ് ഓഫ് ദി നോളജ്. ഓക്കെ, അവരൊന്നിനും ആരെയും കോപ്പി അടിച്ചായിരിക്കത്തില്ല. അങ്ങനെയുള്ളതിനെ ആ വർക്കിനെയാണ് കാർലിൽ ജെന്യൂൻ വോയിസസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് യൂസ് ചെയ്യുന്ന ടേമാണ് എക്കോസ്.
എക്കോസ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു അതായത് സെക്കൻഡ് ഹാൻഡ് നോളേജ് ഓഫ് ലൈഫ്, അതായത് നമ്മൾ വേറെ എഴുത്തുകാരിൽ നിന്നും എന്തെങ്കിലും ബോറോ ചെയ്തിട്ടുള്ള വർക്കുകൾ കാണുമല്ലോ, ആ വർക്കിനെയാണ് എക്കോസ് എന്ന് പറയുന്നത്. Okay, by genuine voice and echoes, Khalil meant the writer's direct intimacy with life and his second-hand knowledge of life borrowed from other people's writings. The author's first-hand experience gives him genuine voice എന്നാണ് കാർലിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ എസ്സേക്കകത്ത് പ്ലാറ്റോ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് സിൻസിയാരിറ്റി നമ്മൾ നോക്കിയിരുന്നു. പിന്നെ എസ്സേക്കകത്ത് ജോർജ് എലിയറ്റ് പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ജോർജ് എലിയറ്റ് സേസ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ആർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിറ്ററേച്ചറിനെയാണ്. ആർട്ട് ഓർ ലിറ്ററേച്ചർ ആൻഡ് ലൈഫ്. അത് ജോർജ് എലിയറ്റ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ട് ഇൻ ജനറലി പറയുന്നത് വെച്ചാൽ അത് ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്തുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നു, ജീവിതമായിട്ട് ലൈഫായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ആംപ്ലിഫൈങ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്റ്റെൻഡിങ്, അല്ലെ നമ്മുടെ ഫെല്ലോ മാൻസ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരായിട്ട് കുറച്ചുകൂടി കോൺടാക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അത് ബിയോണ്ട് ദി ബൗണ്ട്സ് ഓഫ് അവർ പേഴ്സണൽ ലോട്ട്. പിന്നെ നമ്മൾ സമ്മറിയിൽ അവസാനം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഹഡ്സൺ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് ഒരു വർക്കിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെ രണ്ട് രീതിയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഒന്ന് മിയർ റീഡറും, രണ്ട് ഒരു സ്റ്റുഡൻറ്റ് ലിറ്ററേച്ചർ എങ്ങനെയാണ് ബുക്ക് വായിക്കുക എന്നുള്ളത്. മിയർ റീഡേഴ്സ് എന്താണ്, അവർക്ക് ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും ഒരു വർക്ക് അവർ വായിക്കുമായിരിക്കും. പക്ഷേ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത്, ഒരു ഓഥറിനെ എടുക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഓഥറിൻ്റെ വർക്കുകളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം വായിക്കാനായിട്ട്. ഹിസ്റ്റോറിക്കൽ ഒരു കാലഘട്ടത്തിലെ ഓതേഴ്സിനൊക്കെ എടുത്തിട്ട് ആ ഓതേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്തൻസും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആസ് ആൻ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. അങ്ങനെയാണ് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് ഒരു ബുക്ക് വായിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു എസ്സേയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. മെയിൻ പോയിൻറ്റ്സൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ആർക്കെങ്കിലും എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.